വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. പ്രിലിംസിന് വേണ്ടിയിട്ട് അല്ലെ, LGS പ്രിലിംസ്, ബെബ്കോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 30 ഡേയ്സിന്റെ ക്ലാസ് ആരംഭിച്ചൊക്കെയായിരുന്നു. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4 ദിവസവും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഭംഗിയായിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ പ്രിലിംസിന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് പഠിക്കണേ. സെക്കൻഡ് സ്റ്റേജിൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ, പ്രിലിംസിന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഭംഗിയായി നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹോട്ട് ടോപ്പിക്സിന്റെയും കൂടി ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെയും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി ആവർത്തിക്കുന്നതും അല്ലെ, ആ ചോദ്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സും ക്വസ്റ്റ്യൻ പേപ്പറും പ്ലസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഭംഗിയായി ഫോളോ ചെയ്ത് പോവുക. അതുപോലെ തന്നെ SCRT പാഠഭാഗങ്ങൾ നമ്മൾ കുറേ അധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ SCRT അപ്ലോഡ് ചെയ്യും. അപ്പൊ അതും കൂടി ഒന്ന് കേട്ടു പോവാ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് ആൻസർ പറയുന്നതിന് മുമ്പ് ടീച്ചർ ഒരു കാര്യം പറയാം. 100 ദിവസത്തെ LGSന്റെ ഫുള്ള് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന 100 ഡേയ്സ് സ്റ്റഡി പ്ലാന് നമ്മൾ LGS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ദിവസത്തെ ക്ലാസ് കേരള പോലീസിനെ കുറിച്ചായിരുന്നു. ഒരു ദിവസം നമ്മൾ കേരള പോലീസിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കമന്റ് ബോക്സിൽ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്, ടീച്ചറെ ഒരു കുട്ടി ചോദിച്ചു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതും പഠിക്കണമെന്ന് ചോദിച്ചത്. അപ്പൊ ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഓരോ കേരള ഫാക്സിൽ ഓരോ ടോപ്പിക്കൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തതിൽ കേരള പോലീസ് ഉണ്ട്. അപ്പൊ കേരള പോലീസിന്റെ ക്ലാസ് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോളൂ. ടീച്ചർ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. കേരള പോലീസിന്റെ ആപ്തവാക്യമാണ് മൃദുഭാവി ദൃഢകൃത്യ എന്നുള്ളത്. അതുപോലെ തന്നെ പോലീസ് സേനയുടെ മേധാവി DGP ആണ്. പക്ഷെ കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂർ അല്ല, അത് തിരുവനന്തപുരമാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരി അല്ലെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാ പറഞ്ഞേക്കണേ. അപ്പൊ എന്താണ്? ബക്രാനങ്കൽ അല്ലെ, ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ശരിയാണ്. അടുത്തത് നോക്കൂ, ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാണ്. അടുത്തത് ഹീരാക്കുഡ് അല്ലെ, മഹാനദിയിലാണ്. ശരിയാണ്. ഇനി അടുത്തത് നോക്കിയേ, തെഹരി ഡാം തെറ്റാണ്, കൃഷ്ണയിലല്ല. സർദാർ സരോവർ ഡാം എവിടെയാണ്? നർമ്മദയിലാണ്. അപ്പൊ തെഹരി ഡാം എവിടെയാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾ കേട്ടോ. ഇനി അടുത്ത 3ാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ പാട്യം എന്ന് പറയുന്ന ഗ്രാമത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന് പറയുന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇതൊക്കെ ശരിയാണ്. ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് തെറ്റാണ്. അടുത്തത് നോക്കൂ, വക്കം അബ്ദുൾ ഖാദർ മൗലവി അല്ലെ, വക്കം അബ്ദുൾ ഖാദർ. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യം അവിടെ വിടാം, വക്കം അബ്ദുൾ ഖാദർ മൗലവി ട്ടോ. ഇനി അടുത്തത്, വക്കം അബ്ദുൾ ഖാദർ മൗലവിയെ കുറിച്ച് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തരാം. അദ്ദേഹം 1873 ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ വീട്ടുപേര് ഒന്ന് ഓർത്തു വെക്കുക, പൂന്ത്രാൻ വിളാകം. പൂന്ത്രാൻ വിളാകം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് ഏത്? നമ്മുടെ വക്കം അബ്ദുൾ ഖാദർ മൗലവി എന്ന് പറയുന്ന വ്യക്തി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അടുത്തത് പരീക്ഷയ്ക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് മുസ്ലിം അതുപോലെ തന്നെ അൽ ഇസ്ലാം, ഏതാണ്? അൽ ഇസ്ലാം. അതുപോലെ തന്നെ ദീപിക, മുസ്ലിം അൽ ഇസ്ലാം ദീപിക എന്നീ മാസികകൾ ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. എനിക്ക് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞതും ആരന്നെയാണ്?
ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ധർമ്മപോഷിണി എന്ന് പറയുന്ന ഒരു സഭ ആരംഭിക്കേണ്ടായി. ധർമ്മപോഷിണി എന്ന് പറയുന്ന സഭ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ട്ടോ. അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ എന്താ പറയാ അറബ് മലയാളം മാസിക ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ ഇസ്ലാം ആണ് പറയാ. അത് എടുത്തൊന്ന് പഠിക്കുക. അപ്പൊ ഇത്രയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി അടുത്തത് ചോദ്യം നോക്കൂ. വൈക്കം സത്യാഗ്രഹം അല്ലെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നമ്മൾ പഠിച്ചില്ലേ ഹോട്ട് ടോപ്പിക്സില് സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ് അല്ലെ. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി ട്ടോ. ഇനി എന്താ പറയാ ക്ഷേത്രപ്രവേശനമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ സഞ്ചാരപാതയിൽ കൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നില്ല, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയില്ലേ. അപ്പൊ 1, 2, 3 ശരിയെന്ന് ഓർക്കാം. താഴെ പറയുന്നവയിൽ അതിപ്പോ എന്താ ഓരോന്ന് പറയുമ്പോ ടീച്ചറാണ് പറയില്ല എന്നുള്ളത് അത് പറഞ്ഞ് ഓൾറെഡി നമ്മൾ ഇപ്പോഴത്തെ 30 ഡേയ്സിലെ ഹോട്ട് ടോപ്പിക്സ് 60 ഡേയ്സിലെ ഹോട്ട് ടോപ്പിക്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ഇനിയിപ്പോ ഇത് സമയം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ. ഇനി കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ് ആരുടെയായിരുന്നു? രാജാറാം മോഹൻ റായിയെ കുറിച്ചായിരുന്നു അല്ലെ. അപ്പൊ രാജാറാം മോഹൻ റായിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഇത് 3 അദ്ദേഹത്തിന്റെ രചനകളാണ്. നമ്മൾ പഠിച്ചതാണ്. സതിഹിത ബോധിനി അദ്ദേഹത്തിന്റെ രചനയല്ല. ഈ സതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ സാധ്യതയുണ്ട് നമുക്ക് എന്താ പറയുന്നത് അങ്ങനെയാണോ എന്ന് തോന്നാത്തത്. അപ്പോ പെടാത്തതാണ് കേട്ടോ. എന്താണ്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. കേരള മീഡിയ അക്കാദമി ശരിയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞേ. അപ്പൊ അത് തെറ്റാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരിയാണ്. ഫോക്ലോർ അക്കാദമി കണ്ണൂര് ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാട് തെറ്റാണ് കേട്ടോ. അപ്പോ അടുത്തത് മഹാത്മാഗാന്ധി ലളിതകലാ അക്കാദമി ഒക്കെ എവിടെയാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്, അറിയാലോ. സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി അല്ലെ, അങ്ങനെ അതൊക്കെ എവിടെ തന്നെയാണ്? നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനമാണ് ചോദിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാക്കനാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ കൊടുത്തിരിക്കണത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം എന്താണ്? മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലീം, ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം, ശരിയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്, ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്, ശരിയാണ്. ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് മാത്രമായിട്ട് നമ്മൾ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള ജോഡി ഏത് എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മക്കളെ നമ്മൾ. അതായത് ശരിയായിട്ടുള്ള ജോഡി, തെറ്റായിട്ടുള്ള ജോഡി. അപ്പൊ അത് ആദ്യം തന്നെ നിങ്ങളൊന്ന് അടിയിൽ വരച്ച് തന്നെ ഇട്ടോളൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ. തെറ്റായതാണ് ഇതിൽ ചോദിച്ചേക്കണം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയുടെ ആസ്ഥാനം എവിടെയാണ്? ADBയുടെ ആസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഫിലിപ്പൈൻസിലെ മനിലയാണ്. അപ്പൊ ഇതാണ് തെറ്റ്. ഇത് വിട്ടിടാം നമ്മൾ. തെറ്റായ ജോഡി അതാണ്. നാറ്റോ ബ്രസൽസിലാണ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാമിലാണ്, ഇന്റർപോൾ ലിയോണിലാണ്. അപ്പൊ അതൊക്കെ ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? അബ്ദുൽ കലാം ആസാദ് ആണ്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതിനാണ്? അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നമച്ച ബർവയ്ക്കാണ്. നമച്ച ബർവ. ഇനി അടുത്തത്, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരീവ. ഇതൊക്കെ നമ്മൾ SCERT പാഠഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഇനി അടുത്തത് നോക്കൂ. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച
എന്താണ്? ഖനനം അല്ലെ? എന്താണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ്. എന്താണ്? റാറ്റ് ഹോൾ മൈനിങ് ഖനന പ്രവർത്തനമാണ് നിയന്ത്രിച്ചത്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. എന്താണ്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങൾക്ക് വിളിക്കുന്ന പേരെന്ത്? ഓക്സ്ബോ തടാകങ്ങൾ. ഇതും SCRT പാഠഭാഗത്തില് ടീച്ചർ ഒരാഴ്ച മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് നറൗറ ആണവ നിലയം. നമ്മൾ ആണവ നിലയവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഹോട്ടോപിക്സിന്റെ ക്ലാസ് തന്നെ ഇട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നറൗറ ആണവ നിലയം എവിടെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായി ടീച്ചർ? ഉത്തർപ്രദേശിലാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 നടന്നത്. ഈ ചോദ്യം എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, കഴിഞ്ഞ പ്രാവശ്യം കസാൻ ചൈനയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്, ഓർക്കണുണ്ടോ? അപ്പൊ അങ്ങനെ 4 ഓപ്ഷൻ നിന്നിട്ടായിരുന്നു ബ്രിക്സ് ഉച്ചകോടി ചോദിച്ചത്. അപ്പൊ 2024 കസാൻ റഷ്യയിലാണ് നടന്നത് എന്ന് ഓർക്കുക. ഗുർ, ഖണ്ഡാസാരി, ഗുർ അതുപോലെ ഖണ്ഡാസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങളാണ്? ഇത് പഞ്ചസാര വ്യവസായമാണ്. അടുത്ത ചോദ്യം എന്താണ്? അപ്പോ പഞ്ചസാര വ്യവസായത്തെ കുറിച്ച്, ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായം എവിടെയാണ്? ബീഹാറിലെ ബേട്ടിയയിലാണ്. പഞ്ചസാര വ്യവസായം അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാത്തത് കൊണ്ട് അതൊന്ന് പഠിച്ചു വെക്കൂ. പരുത്തി തുണി വ്യവസായം കഴിഞ്ഞാൽ കാർഷിക അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനം, കാർഷിക അടിസ്ഥാനത്തിൽ ആദ്യ സ്ഥാനം പരുത്തിക്കാണ്. 2ാം സ്ഥാനം ഏതിനാണ്? 2ാം സ്ഥാനം നമ്മുടെ പഞ്ചസാര വ്യവസായത്തിനാണ്. പഞ്ചസാര വ്യവസായം എന്താ പറയാ, ആദ്യം ആരംഭിച്ചത് ബീഹാറിലാണ്. 1840 തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ബേട്ടിയയില്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിളിക്കുന്നത് ഉത്തർപ്രദേശിനെയാണ്. ഏറ്റവും കൂടുതൽ കരിമ്പും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഉത്തർപ്രദേശിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 2ാം സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. ചിലപ്പോൾ 2ാം സ്ഥാനവും ചോദിച്ചു കൂടായികയില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള രാജ്യവും നമ്മളാണ്, ഇന്ത്യയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഓർത്തു വെക്കുക. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് സൗത്ത് ഇന്ത്യയാണ് ചോദിക്കുന്നതെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഉത്തരം പറയുക എവിടെയാണ്? കർണാടകയിലാണ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാൺപൂരിലാണ്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കാൺപൂരാണ് കേട്ടോ. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് വേറെ ഉണ്ട്, അത് എവിടെയാണ്? ലക്നൌവിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ഉണ്ട്, അത് ലക്നൌവിലാണ്. അപ്പോ നമ്മുടെ എന്താ പറയാ, പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത്, ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്നത് എവിടെയാണ്? അപ്പോ മാംഗനീസ് ഉൽപാദനം ഏറ്റവും കൂടുതൽ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ളത് കൊണ്ട് PSC ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഡിലീറ്റ് ചെയ്യാണ്. അപ്പൊ മാംഗനീസിന്റെ പ്രൊഡക്ഷൻ ഇതിൽ മഹാരാഷ്ട്രയിലോ മക്കളെ? അപ്പൊ മാംഗനീസിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ, അപ്പൊ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം അതാണ്, മഹാരാഷ്ട്രയിലാണ് നമ്മുടെ 31% മാംഗനീസ് പ്രൊഡക്ഷൻ മഹാരാഷ്ട്രയിലാണ്. 2ാമത്തെ സ്ഥാനാണെങ്കിൽ നമുക്ക് എന്തിനെ എടുക്കാം? മധ്യപ്രദേശിനെ എടുക്കാം കേട്ടോ. 3ാമത്തെ സ്ഥാനത്ത് ആര് നിൽക്കുന്നുണ്ട്? ഒഡീഷയും നിൽക്കുന്നുണ്ട് എന്ന് ഓർക്കാം കേട്ടോ. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തുവാണ് മാംഗനീസ് കേട്ടോ. അതായത് ഇരുമ്പുമായി കൂടിക്കലർത്തി നമ്മൾ സങ്കര ലോഹങ്ങൾ ഉണ്ടാക്കാനാണ് മാംഗനീസ് പ്രധാനമായിട്ട് ഉപയോഗിക്കണേ. ലോകത്ത് ഏറ്റവും കൂടുതൽ എവിടെയാണ് മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം സൗത്ത് ആഫ്രിക്കയിലാണ്. എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ് എന്ന് പറയണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാംഗനീസ് ഒന്ന് ഓർത്തു വെച്ചോളും. അടുത്ത ചോദ്യം എന്താണ്? അജണ്ട 21 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചത്. ആഗോള സുസ്ഥിര വികസനത്തെ സൂചിപ്പിക്കുന്നതാണ് അജണ്ട 21 എന്ന് മനസ്സിലാക്കുക കേട്ടോ. ആഗോള സുസ്ഥിര വികസനം ട്ടോ. അപ്പോ ഇത് പരിസ്ഥിതിയെയും അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ വികസന പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനമാണ് ഈ അജണ്ട 21. ഭൗമ ഉച്ചകോടി അതുപോലെ റിയോ ഉച്ചകോടി അല്ലെ, എർത്ത് സമ്മിറ്റ്, റിയോ സമ്മിറ്റ് എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? അജണ്ട
21-നെയാണ്. ഇനി എന്താ പറയുന്നത്, ഉച്ചകോടി പരിസ്ഥിതി സംരക്ഷണം, ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം എന്താ പറയാ നിയന്ത്രിക്കുക എന്നീ പ്രവർത്തനങ്ങൾ മുന്നിൽ കൊണ്ടാണ് എന്ത് നടക്കാറ്, ഭൗമ ഉച്ചകോടി നടക്കാറ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയുന്നത്, 1992 നമുക്കറിയാം റിയോ ഡി ജനീറോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ് റിയോ ഡി ജനീറോ? ബ്രസീലിലാണ്. അവിടെയാണ് ഭൗമ ഉച്ചകോടി നടന്നത് എന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. പരിസ്ഥിതിയെയും വികസനത്തെയും സംബന്ധിച്ചിട്ടുള്ള സമഗ്ര പദ്ധതിയാണ് ഈ അജണ്ട 21. അപ്പൊ ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതായത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആഗോള സുസ്ഥിര വികസനം. അതായത് ഇത് എന്തിനെ കുറിക്കുന്നു, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ പറയേണ്ടത്, ആഗോള സുസ്ഥിര വികസനമാണ് പറയേണ്ടത് കേട്ടോ. അടുത്തത് നോക്കൂ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിൽ ഉള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം എന്നാണ്? 2010. അടുത്തത്, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് എന്താണ്? എന്തിനാണ് ബന്ധമില്ലാത്തതെന്ന് നോക്കാം. ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ തെറ്റായത് അല്ലെ, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ശരിയാണ്, നികുതി നൽകാതിരിക്കുക ശരിയാണ്, ഫ്യൂഡൽ നികുതി നൽകുക തെറ്റാണ്. അപ്പൊ 2 മാത്രമാണ് തെറ്റ്. ഇനി അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ളതാണ്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത് എന്നതാണ് ചോദ്യം. ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ, നമുക്ക് കാണാം കേട്ടോ. ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് റിനൈസൻസിൽ, എന്നാലും ഹോട്ട് ടോപ്പിക്സിൽ വേറെ ടീച്ചർ എടുത്തു തരാം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഏതാണ്? ധോളാവീര. ശരിക്കും ഏൻഷ്യൻ ഇന്ത്യ ഇല്ലാത്ത ഒരു ഭാഗമാണ്, പക്ഷെ ഏൻഷ്യൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്താണ്? ഗുലാംഗിരി. ഇത് ആനി ബസന്റിന്റെ അല്ല, തെറ്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, ശരിയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു, അതും ശരിയാണ്. അപ്പൊ ബന്ധമില്ലാത്തത് ഗുലാംഗിരിയാണ്. ഇനി പാഞ്ചാലി ശബദം എഴുതിയത് ആരാണ്? ആരാണ് പാഞ്ചാലി ശബദം എഴുതിയത്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇനി സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ? ഈ പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഏതാ? തെലുങ്കാന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നാണ് പറയുന്നത്. ആദ്യത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം എവിടെ തൊട്ട് എവിടം വരെയാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തത് ഏതാ സമത്വമല്ല, സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ എന്തിനുള്ള അവകാശമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി സമത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 23, 24 വകുപ്പുകളിലാണ്. ചൂഷണത്തിനെതിരെ ആർട്ടിക്കിൾ 23, 24 വകുപ്പുകളിലാണ് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവനയാണ് നമ്മൾ എടുക്കേണ്ടത്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കണം, ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം, ശരിയാണ്. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം, അതും ശരിയാണ്. അപ്പൊ ഇവയെല്ലാം തന്നെ
ടീച്ചറുടെ ഓട്ടോപിക്സിൽ പറഞ്ഞല്ലേ മൗലിക കർത്തവ്യങ്ങൾ കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. താഴെ പറയുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് പഠിക്കേണ്ടത്. ശരിയായ പ്രസ്താവന 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതും ശരിയാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അത് തെറ്റാണ് കേട്ടോ. അപ്പൊ അതാണ് തെറ്റ്. ബാക്കിയുള്ളത് രണ്ടും ഏതാണ്? ശരിയാണ്. അത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി എന്താണ്? 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം എന്താണ്? കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത് എന്ന് ഓർക്കുക. നിലവിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന കാലാവധി 3 വർഷമാണ്. പക്ഷേ 65 വയസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ 65 വയസ്സോ അല്ലെങ്കിൽ 3 വർഷമോ ആണ് കാലാവധി, വിരമിക്കൽ പ്രായം എന്ന് ഓർത്തു വെക്കാം. 36 ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് മക്കളെ? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. അടുത്തത്, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ പേരെന്താണ്? ഹേബിയസ് കോർപ്പസ് എന്നാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദ മഠം. അടുത്ത താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം എന്നാണ് ചോദ്യം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു ഇവരെല്ലാം തന്നെ എന്താണ്? അംഗമായിട്ടുള്ള വനിതകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരള സംസ്ഥാനത്തെ ചിത്രശലഭം, കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ബൗദ്ധ മയൂരിയാണ്. കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി താഴെ പറയുന്നവയിൽ ഏതാണ്? കബനിയാണ്. കബനിയും ഭവാനിയും പാമ്പാറുമാണ് കിഴക്കോട്ടൊഴുകുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടത്തിൽ നിന്നാണ്. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1 കഴിഞ്ഞ ദിവസം കൃഷിയുടെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. കായംകുളം താപോയുധ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്തയാണ്. വൈദ്യുത പദ്ധതികൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ. കേരളത്തിൽ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പഠിപ്പിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള 90% ക്വസ്റ്റ്യൻസും ഇതിലുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ടീച്ചറുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഫോട്ടോപിക്സ് ആയാലും ക്ലാസ്സുകൾ എടുക്കുമ്പോഴായാലും കുറേ അധികം വലിച്ചു വരാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലാസ് കണ്ടു പഠിക്കാട്ടോ മക്കളെ. ഇനി കുറിച്യർ കലാപം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലെ. അപ്പോ നോക്കൂ, കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറഞ്ഞതിൽ ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അപ്പൊ ആദ്യം തന്നെ കുറിച്യർ കലാപം 1812 നടന്നത്, വയനാട്ടിലാണ് നടന്നതെന്ന് ഇവിടെ പറഞ്ഞു അല്ലെ. ഇനി എന്താണ് നോക്കൂ, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് കാരണമായി. ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണോ കലാപം നടന്നത്? അല്ല, തെറ്റാണ് അല്ലെ. ഇനി അടുത്തത്, കലാപത്തെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗനെയാണോ നിയമിച്ചത്? മലബാർ കലാപല്ലേ അത് അല്ലെ. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു. ശരിയാണ്. അപ്പൊ 1ഉം 4ഉമാണ് ശരി. അടുത്ത ചോദ്യം നോക്കൂ, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിഹോൺ ഹിഡാൻക്യോ എന്നാണ് സംഘടനയുടെ പേര്. അടുത്ത ചോദ്യം എന്താണ്? 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഏതാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ് പറയുന്നത്. 54 ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ
ജാതി കുമ്മിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതികൾ വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ജാതി കുമ്മി ട്ടോ. ഇനി 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അത്. നേടിയത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? അക്കമ്മ ചെറിയാനാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KB മേനോൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാൻ കേരള പോലീസിന്റെ പദ്ധതിയാണ് ഏത്? കൂട്ട്. ഏതാണ് പദ്ധതി? കൂട്ട് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. മഹാകവി G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. അടുത്തത്, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനത്തെ എന്ത് പറയുന്നു? എന്താണത്? ഓവ്യൂൾ വിത്ത് ആയിട്ട് മാറുകയാണ്. ഇനി എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം എന്ത് എന്നുള്ളതാണ് ചോദ്യം ട്ടോ. ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗോൾജി കോംപ്ലക്സ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഏത് പ്രോട്ടീൻ ആണ് രക്തത്തിൽ കാണപ്പെടുന്നത്? ഗ്ലോബുലിൻ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതിനാണ്? ലിപ്പേസിനാണ്. ഏതിനാണ്? ലിപ്പേസിനാണ് കേട്ടോ. വളരെ കൊഴുപ്പിന്റെ ഭാഗികമായ ദഹനത്തെ സഹായിക്കുന്നതാണ് ഏത്? ലിപ്പേസുകൾ എന്ന് ഓർത്തുവെക്കാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ശരിയാണത്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. തെറ്റാണ്. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് എന്ന് ഓർക്കുക. ഇനി അടുത്ത ചോദ്യം ഏതാണ്? രോഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയും തെറ്റും കണ്ടെത്തുക എന്നാ പറയണേ. ശരിയും തെറ്റും അല്ലേ? ഇനി എന്താണ്? അപ്പോ ഇതില് നോക്ക, 1, 2 ഇവ ശരിയാണ്. 1, 2 എന്നിവ ശരിയാണ് കേട്ടോ. A ആണ് ഓപ്ഷൻ ഇതിൽ വരണേ. 1ഉം 2ഉം ശരിയും 3ഉം 4ഉം തെറ്റുമാണ്. 1, 2 ശരിയും 3, 4 തെറ്റുമാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അറിയാലോ? അതാണ് ശരി കേട്ടോ. ഇനി അടുത്ത നോക്കൂ, ക്യൂണിക്കൾച്ചർ. നമ്മുടെ കേരള ഫാക്സിന്റെ ക്ലാസ്സില് നമ്മള് കർഷക ഭാഗം പഠിച്ചപ്പോ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലാണ് എന്ന്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സ്, ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്താണ്? സിനാപ്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് കേട്ടോ. സിനാപ്സില് 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. അത് തെറ്റാണ്. പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. ശരിയാണ്. 2 പേശി കോശങ്ങൾക്കിടയിൽ കാണുന്നു. തെറ്റാണ്. അപ്പൊ സിനാപ്സ് പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു എന്നീ 2 ഓപ്ഷനുകളാണ് ശരി. അടുത്ത ചോദ്യം എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. അടുത്തത് എന്താണ്? 72 സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അൽനിക്കോ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ബേക്കലേറ്റ് ആണ്. ഏതാണ്? ബേക്കലേറ്റ്. അടുത്തത് പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം അല്ലെ. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അടുത്തത് LPGയുടെ മുഖ്യ ഘടകം ഏതാണ്? LPGയുടെ മുഖ്യ ഘടകം ഏതാണ്? ഇതില് എന്താണ് ഈ ക്വസ്റ്റ്യൻ
പാചകവാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ്. പ്രൊപ്പൈൻ, അപ്പൊ അതുകൊണ്ട് LPGയിലെ മുഖ്യ ഘടകം എന്നുള്ളത് രണ്ട് ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടായി കേട്ടോ. അടുത്തത് പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് എന്താണ്? ത്വരണമാണ് പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക്. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഏതാ ബലത്തിന്റെ യൂണിറ്റ്? ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ് അല്ലെ. ഒരു വസ്തുവിന് ചലനം മൂലമുണ്ടാകുന്ന ഊർജത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗതികോർജം എന്ന് വിളിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ആറ്റോമിക് റിയാക്ടർ ഗ്രീൻ എനർജി അല്ലല്ലോ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇതിൽ ഉപയോഗിക്കുന്നത് എന്ത് തരംഗമാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ ഇത്രയാണ് നമ്മള് എന്താ പറയണേ, GK അല്ലെങ്കിൽ എന്താ പറയാ, മൊത്തത്തില് ഒരു 80 ക്വസ്റ്റ്യന് നമ്മൾ നോക്കിയിട്ടുള്ളത്. കുറെ അധികം ടീച്ചർ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ പറഞ്ഞു. ചിലത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞു പോവാണ്. മുമ്പ് എടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് കുറെയൊക്കെ ടീച്ചർ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഭംഗിയായിട്ട് ക്ലാസ് അങ്ങോട്ട് മുന്നോട്ട് പോവാട്ടോ.